കേരളത്തിന് ഇന്ന് സ്വപ്ന സാഫല്യത്തിന്റെ ഒരു ദിവസമാണ്. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്നും തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ വിഴിഞ്ഞത്തെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേരും. 10:15 വ്യോമസേന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്നത്. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ 17 പേരാണ് ഉണ്ടാവുക. ചടങ്ങിൽ 3 പേർ മാത്രമാണ് സംസാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വേദിയിൽ ഇരിപ്പിടമുണ്ട്. പ്രധാന വേദിയിൽ അത്തരം സജ്ജീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് വേദിയിൽ ഇരിപ്പിടമുണ്ടെങ്കിലും അദ്ദേഹം ആ പരിപാടി പങ്കെടുക്കില്ല എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ കൂടിയാണ് ഉദ്ഘാടന ചടങ്ങ്. പ്രധാനമന്ത്രി പുറപ്പെട്ടിരിക്കുന്നു. അല്പസമയത്തുള്ളിൽ തന്നെ പ്രധാനമന്ത്രി വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേരുന്നു. പരിപാടിയുടെ ക്രമീകരണം ഇങ്ങനെയാണ്. സ്വാഗതം ആശ്വസിക്കുന്നത് തുറമുഖ മന്ത്രി വി എൻ വാസവൻ. തുടർന്ന് അധ്യക്ഷ പ്രസംഗം മുഖ്യമന്ത്രിയുടേതാണ്. അത് 10 മിനിറ്റ് ദൈർഘ്യം മാത്രമുണ്ടാകും. അതിനുശേഷം പ്രധാനമന്ത്രി കമ്മീഷനിങ് ചടങ്ങ് നിർവഹിക്കും. തുടർന്ന് അദ്ദേഹം വിഴിഞ്ഞം തുറമുഖം കണ്ട് സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷം 45 മിനിറ്റോളമായിരിക്കും പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിക്കുക. ഇന്ന് വിഴിഞ്ഞം തുറമുഖ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ ഉറ്റുനോക്കപ്പെടുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വിഴിഞ്ഞം എന്ന ഒരു അഭിമാന പദ്ധതി, കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകളുള്ള പദ്ധതി, അത് രാജ്യത്തിന് സമർപ്പിക്കപ്പെടുന്നു എന്നതിനൊപ്പം തന്നെ രാജ്യം സങ്കീർണ കാലാവസ്ഥയിലൂടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമന്ത്രി എന്തെങ്കിലും സൂചനകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നൽകുമോ? പ്രത്യേകിച്ച് ഈ അതിർത്തിയിലെ സംഘർഷ സാഹചര്യങ്ങൾ എന്തെങ്കിലും സൂചനകൾ നൽകുമോ എന്നതുമൊക്കെ പ്രസക്തമാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അങ്ങേയറ്റം അന്താരാഷ്ട്ര പ്രാധാന്യം കൂടി കൈവരുന്നുണ്ട്. അങ്ങനെ വിഴിഞ്ഞത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ, പ്രത്യേകിച്ച് വിഴിഞ്ഞം ഒരു ഹബ്ബായി മാറുമ്പോൾ അത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകൾ നിരവധിയാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ലോക ശ്രദ്ധയിലേക്ക് വിഴിഞ്ഞത്തെ ഈ പരിപാടി കൂടി മാറുകയാണ്. വി വിനോദ് ചേരുന്നു. വിനോദ്, പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. എപ്പോഴേക്ക് അദ്ദേഹം അവിടെ എത്തിച്ചേരും? എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണം? നമ്മളിപ്പോൾ ഉള്ളത് പ്രധാന കവാടത്തിലാണ്. ഇവിടെയാണ് ഈ പൊതുജനങ്ങൾ ഇതിനുള്ളിലേക്ക് പോകുന്നത്. മന്ത്രിമാർ അടക്കമുള്ളവർ ഈ പ്രധാന പാതയിലൂടെ അകത്തേക്ക് പോയിരുന്നു. നേരത്തെ തന്നെ, വളരെ മുൻപ് തന്നെ 7 മണിയോടുകൂടി തന്നെ ആളുകൾ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴും സഹിതം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ നിന്ന് തൊട്ട് മുൻപ് കടന്നുപോയ ആൾക്കാരാണ്. അല്പസമയം കഴിയുമ്പോൾ അവിടെ ഈ കവാടം, ഏറ്റവും ഒടുവിൽ തുറമുഖത്തേക്ക് കയറുന്ന പ്രദേശത്തെ കവാടമുണ്ട്, അവിടെ ക്ലോസ് ചെയ്യും. പിന്നീട് ആളുകളെ പ്രവേശിപ്പിക്കില്ല. ഈ ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് പ്രവേശനം തടയും. അങ്ങനെ ഒരു നിർദ്ദേശമാണ് പോലീസ് നൽകിയിട്ടുള്ളത്. നമ്മൾ സൈത്ത് പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ലോകം ഉറ്റുനോക്കുന്ന നിലയിലേക്ക് വിഴിഞ്ഞം മാറുകയാണ്. ഒരുപക്ഷെ വലിയ വലിയ പ്രതിസന്ധികൾ നമുക്കറിയാം. ഓഖിയുടെ സമയമുണ്ടായിരുന്നു, കോവിഡിന്റെ സമയമുണ്ടായിരുന്നു, 2018 ആ പ്രളയകാലം, 2 പ്രളയം, അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം, ഈ കരിങ്കല്ല് കിട്ടാത്ത പ്രശ്നം, ഏതാണ്ട് 140 ദിവസത്തോളം ഇവിടെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരം, അവരുടെ ആശങ്കകളാണ് അവർ അന്ന് പങ്കുവച്ചത്. അവരുടെ തൊഴിലും കിടപ്പാടവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനെല്ലാം തന്നെ പരിഹാരമുണ്ടാക്കി ചർച്ചകളിലൂടെ, സമവായത്തിലൂടെ ഇപ്പോൾ ആ നടപടികൾ പുരോഗമിക്കുകയാണ്. അതായത് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന, എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയായി ഇത് മാറുന്നു. മാത്രമല്ല സൈത്ത്, ഇനി ഇത് വിഴിഞ്ഞത്തിന്റെ ഒരു തുടക്കമാണ്. വിഴിഞ്ഞം പദ്ധതി എന്നത് പറയുമ്പോൾ, ഇത് കമ്മീഷൻ ചെയ്യുമ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് ഇപ്പോൾ തന്നെ വരുമാനം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 300-നടുത്ത് കപ്പലുകൾ ഈ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ, 3-4 മാസത്തിനുള്ളിൽ ഇവിടെ വന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫീഡർ കപ്പലുകളിലാണ് ഇവിടെ വരുന്ന ചരക്കുകൾ, കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നത്. ഒരു വർഷം ഏതാണ്ട് 10 ലക്ഷം കണ്ടെയ്നറുകൾ വരുമെന്നാണ് കരുതുന്നത്. MSCയുടെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MSC തുർക്കി ഉൾപ്പെടെയുള്ള കപ്പലുകളാണ് ഇവിടെ വന്നുപോയത്. അതായത് MSCക്ക് ഏതാണ്ട് 700-ലധികം ചരക്ക് കപ്പലുകളാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ചരക്ക് മാർഗത്തിലെ വമ്പന്മാരാണ്. അവരുടെ എല്ലാ കപ്പലുകളും ഇവിടെ, പ്രധാനപ്പെട്ട കപ്പലുകളെല്ലാം വന്നു പോയിട്ടുണ്ട്. അങ്ങനെ MSC അദാനി ഗ്രൂപ്പുമായി നേരത്തെ തന്നെ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. അവരുടെ ഒരു പ്രധാന ഓപ്പറേറ്റിംഗ് സെന്ററായി, MSCയുടെ ഒരു കേന്ദ്രമായി വിഴിഞ്ഞം കൂടി മാറുകയാണ്. ആ തരത്തിൽ വിപുലമായ രീതിയിൽ വിഴിഞ്ഞം വളരുന്നു. 800 മീറ്ററാണ് ഇപ്പോൾ ഈ ബെർത്തിന്റെ നീളമുള്ളത്. അത് 2 കിലോമീറ്ററിലേക്ക് വർദ്ധിപ്പിക്കുകയാണ്. 3-4 ഘട്ട വികസനങ്ങളിലൂടെ 2 കിലോമീറ്ററിലേക്ക് 2028 എന്ന ഒരു സമയമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ സമയം കൊണ്ട് ഈ നീളത്തിലേക്ക് ബെർത്ത് മാറുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 5 മദർഷിപ്പുകളെങ്കിലും ഒരേ സമയം ഈ ബർത്തിൽ അടുപ്പിക്കാൻ കഴിയും എന്നതാണ്
പ്രത്യേകത സഹിത്ത്. മാത്രമല്ല ഇപ്പോൾ 3 കിലോമീറ്ററുള്ള പുലിമുട്ടിന്റെ നീളം അത് 4 കിലോമീറ്ററിലേക്ക് ഇപ്പോൾ 3 കിലോമീറ്ററാണ്, അത് 4 കിലോമീറ്ററിലേക്ക് വർദ്ധിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്, ഇവിടെ ആ സമയത്ത് ഡ്രഡ്ജിംഗ് എന്ന് പറയുന്ന കാര്യമേ ചെയ്യേണ്ടതില്ല. കാരണം മണലല്ല, പൂർണ്ണമായും ഇതിന്റെ അടിത്തട്ട് പാറയാണ്. ആ പാറ പൊട്ടിക്കേണ്ട കാര്യവുമില്ല, കാരണം അത്രമാത്രം ആഴമുണ്ട്. സ്വാഭാവിക ആഴം അത്രമാത്രമുള്ള ഇപ്പോൾ ലോകത്തുള്ള ഏത് വലിയ കപ്പൽ വന്നാലും അതിനെ സ്വീകരിക്കാൻ കഴിയുന്ന, അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള സ്വാഭാവിക ആഴമുള്ള പ്രദേശമാണ് വിഴിഞ്ഞം. അങ്ങനെ അനന്തമായ സാധ്യതകൾ. ഇനി സജിത്ത് അടുത്ത് വരാൻ പോകുന്നത് റിംഗ് റോഡാണ്. വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡാണ്. അതിന്റെ പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നഷ്ടപരിഹാരം ഉടമകൾക്ക് കൊടുക്കുന്ന നടപടിക്രമങ്ങൾ, ഇതെല്ലാം പൂർത്തിയാകുന്നതോടുകൂടി മറ്റൊരു റോഡ് ശൃംഖല ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. പിന്നെ ഒന്നുള്ളത് ബാലരാമപുരം വരെ നീളുന്ന റെയിൽപാതയാണ്. അത് 11 കിലോമീറ്ററാണ് ആ റെയിൽപാത. സജിത്ത്, അവിടെയും എത്രമാത്രം പരിസ്ഥിതി സൗഹൃദമായാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ നോക്കണം. അതിൽ 9 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇതിന് തൊട്ടടുത്ത പ്രദേശങ്ങൾ, ഈ വിഴിഞ്ഞം കഴിഞ്ഞാൽ വെങ്ങാനൂരാകട്ടെ, അല്ലെങ്കിൽ മുടവൂർപ്പാറയാകട്ടെ, ബാലരാമപുരമാകട്ടെ, ഈ പള്ളിച്ചൽ പ്രദേശത്തിന്റെ ഒരു വശമാകട്ടെ, ഈ സിസിലിപുരം, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം വരുന്നത് കാർഷിക മേഖലയാണ്. ഈ റെയിൽപാത കടന്നു പോകുന്നത് വലിയ തോതിൽ വാഴയും കപ്പയും ചീരയും ഒക്കെ കൃഷി ചെയ്യുന്ന പ്രദേശത്തു കൂടിയാണ്. ആ പ്രദേശത്ത് കൃഷി നശിക്കാതെ, ആ കർഷകർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു പോകാതെ അതിന് താഴെ കൂടി റെയിൽവേ ലൈൻ പോകുന്നു. മുകളിൽ സ്വാഭാവികമായ ആ പ്രദേശം അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ആ തരത്തിൽ വിപുലമായ രീതിയിൽ വിഴിഞ്ഞം ഇപ്പോൾ ഫീഡർ കപ്പലുകളിലൂടെയാണ്. അതെ വിനോദ്